നമസ്കാരം. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം നോക്കാം. ഭരതസമാഗമം, പിതൃമരണ ശ്രവണം, പിതൃതർപ്പണം, പാതുകാദാനം, ദണ്ഡകാരണ്യയാത്ര, അത്രി മഹർഷി സന്ദർശനം, വിരാധവധം, ശരഭംഗ സദ്ഗതി, ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തഃ ദത്വാ അംബു തപ്തോ ദത്വാംബു തസ്മൈ നിദതിഥ ഭരതേ പാതുകാം മേദിനീഞ്ച അത്രിം നത്വാധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗീം. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദതിഥ ഭരതേ പാതുകാം മേദിനീഞ്ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗീം. അല്ലയോ ഭഗവാനെ, അങ്ങയെ തേടി ഭരതൻ കാട്ടിലെത്തി. തൻ്റെ അച്ഛൻ തന്നെ കാണാതെ മരണം വരിച്ച വിവരമറിഞ്ഞ് അങ്ങ് വല്ലാതെ വിഷമിച്ചു. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ജലതർപ്പണം ചെയ്തു. തൻ്റെ മെതിയടികളും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ചുമതലയും ഭരതനെ ഏൽപ്പിച്ചു. പിന്നീട് അത്രി മഹർഷിയെ വന്ദിച്ചതിന് ശേഷം വളരെ വിസ്തൃതമായ ദണ്ഡകവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഭയങ്കരനായ വിരാധൻ എന്ന രാക്ഷസനെ നിഗ്രഹിച്ചു. അതിനുശേഷം അങ്ങ് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ സദ്ഗതിയെ നോക്കിക്കണ്ടുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് നിർവൃതിയോടെ നിന്നു. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കിക്കൊണ്ട് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി വനത്തിലേക്ക് പോയപ്പോൾ ദശരഥ മഹാരാജാവ് അവരെക്കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, താൻ ഒരിക്കൽ നായാട്ടിന് പോയ സമയത്ത് അന്ധരായ വൃദ്ധദമ്പതികൾ തന്നെ ശപിക്കുകയുണ്ടായി. പുത്രദുഃഖം മൂലം മരിക്കാനിടവരട്ടെ എന്നായിരുന്നു ശാപം. അറിയാതെയാണെങ്കിലും ആ വൃദ്ധദമ്പതിമാരുടെ പുത്രൻ രാജാവിൻ്റെ അമ്പേറ്റ് മരിക്കാനിടയായി. അങ്ങനെയാണ് ദുഃഖിതരായ ആ മാതാപിതാക്കൾ രാജാവിനെ ശപിക്കുന്നത്. അപ്പോൾ ഈ ശാപത്തെക്കുറിച്ച് ഓർത്ത് ആ ഒരു സമയം തനിക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹാ രാമ, ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞ് വിലപിച്ച് ദശരഥ മഹാരാജാവ് സ്വർഗലോകം പ്രാപിച്ചു. ഈ വിവരമറിഞ്ഞാണ് അമ്മാവന്റെ അടുത്തേക്ക് പോയിരുന്ന ഭരതശത്രുഘ്നന്മാർ അയോധ്യയിലെത്തുന്നത്. അയോധ്യയിൽ തിരിച്ചെത്തിയ ഭരതൻ അവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം അറിഞ്ഞ് അതീവ ദുഃഖിതനായി. ഭരതൻ വളരെ ക്രുദ്ധനായി കൈകേയിയോട് സംസാരിക്കുന്നുണ്ട്. തൻ്റെ ജ്യേഷ്ഠനില്ലാത്ത രാജ്യം തനിക്ക് വേണ്ട, താൻ ഇനി കൊട്ടാരത്തിലേക്ക് ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഭരതൻ ശ്രീരാമനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഭരതനോടൊപ്പം അമ്മമാരും കുലഗുരുവായ വസിഷ്ഠനും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭരതൻ കാട്ടിലെത്തി ശ്രീരാമനെ കണ്ട് അച്ഛൻ്റെ മരണവാർത്ത അറിയിക്കുന്നു. തന്നെ കാണാതെ തൻ്റെ അച്ഛൻ ദുഃഖിച്ച് വിലപിച്ചുകൊണ്ട് മരണം വരിച്ച വിവരമറിഞ്ഞ് ശ്രീരാമൻ വളരെയധികം ദുഃഖിച്ചു. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഭഗവാൻ ജലതർപ്പണം ചെയ്തു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ദുഃഖിച്ചു വിലപിച്ചു. ഭഗവാൻ അവതരിച്ചത് രാവണ നിഗ്രഹത്തിന് മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യൻ സ്വധർമ്മമെല്ലാം അനുഷ്ഠിച്ച് എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നതിന് കൂടിയായിരുന്നു. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പിതൃതർപ്പണമെല്ലാം ഭഗവാൻ ചെയ്തു. അച്ഛനില്ലാതെ അനാഥമായി തീർന്ന രാജ്യം സംരക്ഷിക്കാനുള്ള ചുമതല ഭരതനെ ഏൽപ്പിച്ചു. ഭരതന്റെ ആശ്വാസത്തിനായി തൻ്റെ മെതിയടികളും അദ്ദേഹം ഭരതന് നൽകുന്നു. അങ്ങനെ താനിനി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന് വാശി പിടിച്ച ഭരതനെ ശ്രീരാമചന്ദ്രൻ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കുകയാണ്. അങ്ങനെ ഭരതനെ ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചതിന് ശേഷം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് മഹർഷിയെ വന്ദിക്കുന്നു.
ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ ആളുകൾ തന്നെ തേടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഉൾക്കാട്ടിലേക്ക്, വളരെ വിസ്തൃതമായ ദണ്ഡകവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ദണ്ഡകവനത്തിൽ വെച്ച് വലിയ ശരീരത്തോടു കൂടിയ ഭയങ്കരനായ വിരാധൻ എന്ന രാക്ഷസനെ ശ്രീരാമൻ നിഗ്രഹിച്ചു. അതിനുശേഷം ശരഭംഗൻ എന്ന തപോധനന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. യോഗീന്ദ്രനായ ശരഭംഗൻ ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ട് തൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ശരഭംഗൻ ശ്രീരാമചന്ദ്രനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് മോക്ഷമടയുകയും ചെയ്തു. ശരഭംഗ മഹർഷിയുടെ ആ സദ്ഗതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭഗവാൻ നിർവൃതിയോടെ നിന്നു. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൻ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദദിത ഭരതേ പാതുകാം വേദിനീം ച അത്രിം നത്വാദ ഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗിം.